നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അതിൻ്റെ ആഘോഷമാണ് വിവിധയിടങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത്. ഒപ്പം ഇന്ത്യക്കുമേൽ ട്രംപിൻ്റെ അധിക നികുതി ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. അതിൻ്റെ പ്രതിസന്ധികളൊക്കെ വിവിധയിടങ്ങളിൽ ചർച്ചയാകുന്നു. താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ ഗതാഗത മേഖലയിലും ആ പ്രദേശത്തുമൊക്കെ വലിയ പ്രതിസന്ധി ആകുന്നുണ്ട്. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ പോകണമെന്നുള്ള നിർദ്ദേശമൊക്കെ അധികൃതർ നൽകിയിട്ടുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഇന്ത്യക്കുമേൽ ട്രംപ് അടിച്ചേൽപ്പിച്ച 50% അധിക തീരുവ ഇന്ന് രാവിലെ 9:30 മുതൽ പ്രാബല്യത്തിൽ. ആരോഗ്യ, സ്വർണ്ണാഭരണ, കരകൗശല മേഖലകൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക. തർക്കങ്ങൾക്കിടെ ഇന്ത്യ അമേരിക്ക ഉദ്യോഗസ്ഥ തല ചർച്ച ഇന്ന്. 4 തവണ വിളിച്ചിട്ടും ട്രംപിന്റെ ഫോൺ കോൾ മോദി എടുത്തില്ലെന്ന് ജർമ്മൻ പത്രത്തിൽ റിപ്പോർട്ട്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിരോധനം തുടരുന്നു. റോഡിലേക്ക് ഇടിഞ്ഞു വീണ കല്ലും മണ്ണും ഇന്ന് പൂർണ്ണമായും നീക്കും. പാറകൾ കംപ്രസർ ഉപയോഗിച്ച് പൊട്ടിക്കും. യാത്രക്കാർ കുറ്റ്യാടി ചുരത്തിലൂടെ പോകണമെന്ന് കളക്ടർ. മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. തവി, ചിനാബ് നദികൾ കരകവിയുന്നു. യാത്രക്കാർക്ക് വിലക്ക്. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. മധ്യവടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം ആര്യനാട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയതിൽ അസ്വാഭാവിക മരണത്തിന് കേസ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ്. ശ്രീജയുടെ സംസ്കാരം ഇന്ന്. ദിവസം പിന്നിട്ട ആശാസമരം. സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ആശാ, അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ. ആശമാർ എന്ന സമരപ്പന്തലിൽ പൂക്കളമിടും. വോട്ടർ പട്ടിക ക്രമക്കേടിനും വോട്ടുമോഷണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കനിമൊഴി MPയും ഇന്ന് യാത്രയുടെ ഭാഗമാകും. സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിട്ട് BJP. നിതീഷ് കുമാർ ഇന്ന് JP നദ്ദയെ കാണും. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമാണ്. 9-ാം വളവിന് സമീപം കഴിഞ്ഞ ദിവസം പാറക്കല്ല് അടർന്നു വീണതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ഈ പാറക്കല്ലുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപകടം നടന്ന മേഖല വിദഗ്ധ സംഘം പരിശോധിക്കും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. താമരശ്ശേരി ചുരത്തിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. താമരശ്ശേരി ചുരം 9-ാം വളവ് വ്യൂ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം പാറക്കഷ്ണങ്ങളും അതോടൊപ്പം മരങ്ങളും വീണ് ഗതാഗത തടസ്സമുണ്ടായ ഭാഗത്ത് ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ റോഡിലെ തടസ്സമുണ്ടാക്കിയ പാറ കഷ്ണങ്ങൾ പൊളിച്ചു മാറ്റുന്ന ആവശ്യമായ നടപടികൾ ഏതായാലും അധികൃതർ സ്വീകരിച്ചും പൂർണ്ണമായും ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. കുറ്റ്യാടി വഴിയാണ് ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ ഏതായാലും കടത്തിവിടുന്നത്. ഏതായാലും പാറ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികളിലേക്കാണ് ഇന്ന് ജില്ലാ ഭരണകൂടം നീങ്ങുക. കഴിഞ്ഞ ദിവസം 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പാറക്കഷ്ണങ്ങളും നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തു നിന്നും മരങ്ങളും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് വീണ് പൂർണ്ണമായും ഗതാഗതം സംബന്ധിച്ച് ഏകദേശം 3.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഭാഗികമായി ഗതാഗത തടസ്സം നീക്കാൻ അധികൃതർക്ക് സാധിച്ചത്. ഫയർഫോഴ്സ്, അതോടൊപ്പം പോലീസ്, നാട്ടുകാരുൾപ്പെടെയുള്ള അവരുടെ പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ ഗതാഗത തടസ്സം നീക്കിയത്. പിന്നീട് ഭാഗികമായി ചുരത്തിൽ കുടുങ്ങിക്കിടന്ന മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ കടത്തിവിട്ടു. ഇതിനുശേഷം പൂർണ്ണമായും തന്നെ ഇവിടേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2 ജില്ലാ ഭരണകൂടങ്ങൾ സംയുക്തമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഏതായാലും ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം വയനാട് കളക്ടർ പറഞ്ഞത് ഇതിന്റെ സ്റ്റെബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ, ചുരത്തിന്റെ സ്റ്റെബിലിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഏതായാലും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ ഒരു പരിശോധന ഇന്ന് ഏതായാലും ഈ മേഖലയിൽ ഉണ്ടാകും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിൽ ഇത്തരത്തിൽ മുകൾ ഭാഗത്തു നിന്നാണ് വനവകുപ്പിന്റെ മേഖലയിൽ നിന്നുള്ള വനത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പാറക്കഷ്ണങ്ങൾ അടർന്നു വീണുകൊണ്ട് ഗതാഗത തടസ്സമുണ്ടായത്. ഏതായാലും ആളപായമൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാത്തതാണ് ഇത്തരത്തിൽ വലിയ ഒരു ആപത്തിൽ നിന്ന്
നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. ഏതായാലും ഇത്തരത്തിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇത്തരത്തിൽ പാറ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുവേണ്ട വാഹനം അടക്കം ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ പൂർണ്ണമായും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഏതായാലും ഈ നടപടികളിലും ജോലികളിലേക്കും അതെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം കടക്കുന്നത്. കാരണം 3.5 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ വേഗത്തിൽ നിരവധിയായ വാഹനങ്ങൾ ഇപ്പോൾ ചുരത്തിൽ കുടുങ്ങിക്കൊടുക്കുന്നുണ്ട്, ചരക്ക് ലോറി അടക്കം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ജോലികൾ പൂർത്തീകരിച്ച പാറകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് തന്നെയാണ് ജില്ലാ ഭരണകൂടം നീങ്ങുന്നത്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്. രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണത്തിലൂടെ ഈ പാറയൊക്കെ മാറ്റി ഗതാഗതം വളരെ വേഗം സുഗമമാക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ 25% അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇതോടെ ഇന്ത്യയ്ക്ക് മേലുള്ള US നികുതി 50% ഉയരും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിക്കില്ലെന്ന് വിദഗ്ധർ പറയുമ്പോഴും ആരോഗ്യ, സ്വർണ്ണാഭരണ, കരകൗശല മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട്. തർക്കം തുടരുന്നതിനിടെ ഇന്ത്യ അമേരിക്ക ഉദ്യോഗസ്ഥ തല ചർച്ച ഇന്ന് നടക്കും. 4 തവണ ഫോൺ വിളിച്ചിട്ടും ട്രംപിന്റെ ഫോൺ മോദി എടുത്തില്ല എന്ന് ജർമ്മൻ പത്രത്തിൽ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അതേസമയം US-നെതിരെ ശക്തമായ ഒരു ചേരി രൂപപ്പെടാനുള്ള സാധ്യതയും ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിലാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഇതോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറും. സ്വിറ്റ്സർലൻഡ്, കാനഡ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഉയർന്ന തീരുവ പട്ടികയിലുള്ള മറ്റ് രാജ്യങ്ങൾ. എന്നാൽ ഈ അധിക തീരുവ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മരുന്ന്, സ്മാർട്ട് ഫോൺ, സ്റ്റീൽ എന്നിവയെ ഇപ്പോഴത്തെ നികുതി ഇളവുകളും ശക്തമായ ആഭ്യന്തര ആവശ്യവും പ്രതിരോധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി താരിഫ് വർധനവിന്റെ സാമ്പത്തികാഘാതം കുറയ്ക്കുമെന്നാണ് S&P ഗ്ലോബൽ റേറ്റിംഗ്സ് പറയുന്നത്. തീരുവ ഭീഷണികൾക്കിടയിൽ അമേരിക്കയ്ക്കെതിരെ മറ്റൊരു ശാക്തിക ചേരി രൂപപ്പെടാനുള്ള സാധ്യത കൂടി ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ട്രംപിനെ നേരിടാൻ റഷ്യ, ഇന്ത്യ, ചൈന, അതായത് RIC കൂട്ടായ്മ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പലരും പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശനത്തിനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനിരിക്കുന്നതുമെല്ലാം കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു ചർച്ച. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള ചില കടുംപിടുത്തങ്ങൾ ഉപേക്ഷിച്ചാൽ ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്കുള്ള സാധ്യതയാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. 1990കളിൽ അമേരിക്കയ്ക്കെതിരെ RIC കൂട്ടായ്മ എന്ന ആശയം ഉയർന്നു വന്നെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അത് നടന്നില്ല. എന്നാൽ ഇപ്പോൾ താരിഫുകൾ പ്രഖ്യാപിച്ച് ട്രംപ് മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ അത് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. ഈ 3 രാജ്യങ്ങളും തമ്മിലൊരു കൂട്ടായ്മയുണ്ടായാൽ അത് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമായിരിക്കും. ഇന്ത്യ, ചൈന, റഷ്യ GDP ഒന്നിച്ചെടുത്താൽ $53.9 ട്രില്യൺ വരും. അതായത് ആഗോള സാമ്പത്തിക ഉൽപ്പാദനത്തിന്റെ 1/3. അതുകൊണ്ട് തന്നെ ഈ 3 രാജ്യങ്ങളുടെ കൂട്ടായ്മ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാകും. ട്രംപിന്റെ ഭീഷണികളെ ഇന്ത്യ നേരിടുമെന്ന് പറയുമ്പോഴും അത് ഏത് രീതിയിലെന്നത് ഇപ്പോഴും വ്യക്തതയില്ല. അതിർത്തി വിഷയങ്ങളിൽ അടക്കം ഇന്ത്യ, ചൈന തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ RIC കൂട്ടായ്മ രൂപപ്പെടാനുള്ള സാധ്യതയിലും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തിരുവനന്തപുരം ആര്യനാട് ആത്മഹത്യ ചെയ്ത വാർഡ് മെമ്പർ ശ്രീജയുടെ മൃതദേഹം ഇന്ന് രാവിലെ 9 മണിക്ക് ആര്യനാട് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസില്ല. CPM പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റും അപവാദം പറഞ്ഞു പരത്തിയതിൽ മനം നൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് കുടുംബാംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. കുടുംബത്തിന്റെ മൊഴി പരിശോധിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ആര്യനാട് പോലീസ് വ്യക്തമാക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 200 ദിവസം പിന്നിടുകയാണ്. ആശാപ്രവർത്തകരുടെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആശാ, അംഗനവാടി ജീവനക്കാരുടെ വിവിധ സ്കീംഡ് വർക്കേഴ്സിന് നിലവിലുള്ള ശമ്പളം പരിഷ്കരിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. റിപ്പോർട്ട് കൈമാറിയത് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ അധ്യക്ഷയായ സമിതിയാണ്. ഓണറേറിയം വർധനവ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 10-നാണ് ആശമാരുടെ സമരം ആരംഭിച്ചത്. ആശമാർ ഇന്ന് സമരപ്പന്തലിൽ പൂക്കളമിടും. ജമ്മു കാശ്മീരിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 13 കടന്നു. വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ 9 പേരും
ഡോഡ ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. തവി, ചിനാബ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ രാത്രി യാത്രകൾക്ക് വിലക്കേർപ്പെടുത്തി നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഭഗവതി നഗർ മേഖലയിൽ 4ാമത്തെ പാലം തകർന്നു വീണു. മാതാ വൈഷ്ണവ ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനം തുടരുകയാണ്. സാഹചര്യങ്ങൾ പലയിടത്തും മോശമാണെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. പൂഞ്ച്, രജൌരി, സാംബ എന്നിവിടങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, കനിമൊഴി MP എന്നിവർ ഇന്ന് യാത്രയുടെ ഭാഗമാകും. അതിനിടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഡൽഹിയിലെത്തി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം മുതിർന്ന നേതാക്കളെയും കാണും. ബീഹാറിലെ സീറ്റ് വിഭജന കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമാകും. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികൾ പ്രധാന നേതാക്കളുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി CPI ഓഫീസിലും CPM ഓഫീസിലുമെത്തി നേതാക്കളുമായി ആശയവിനിമയം നടത്തും. അതേസമയം NDA സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തും. ആലപ്പുഴ വീയപുരം മുതൽ കരുവാറ്റ വഴി സ്പിൽവേയിലേക്ക് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനായി ഡ്രഡ്ജിംഗ് ആരംഭിച്ചതോടെ ദുരിതത്തിലാണ് തേവേരി തണ്ടപ്ര പാടശേഖര കമ്മിറ്റിയും പാണ്ടി പ്രദേശവാസികളും. പരാതികൾ പലത് പറഞ്ഞെങ്കിലും ഡ്രഡ്ജിംഗ് തുടരുന്നതോടെ ബണ്ടിലെ സംരക്ഷണ ഭിത്തി തകർന്ന് ബണ്ട് പിളർന്നു തുടങ്ങി. ഇതോടെ കൃഷി ആരംഭിക്കാനാകാതെ വലയുന്നത് 300ഓളം കർഷക കുടുംബങ്ങളാണ്. പാണ്ടിപ്പാലത്തിന് സമീപമുള്ള ഡ്രഡ്ജിംഗ് നിർത്തിവെക്കണമെന്നത് കർഷകരുടെ നാളുകളായുള്ള ആവശ്യമാണ്. എന്നാൽ ഡ്രഡ്ജിംഗ് തുടർന്നതോടെ പാടശേഖരത്തിന്റെ ബണ്ട് ഇടിഞ്ഞു താഴുന്നതാണ് കൃഷി ഇറക്കുന്നതിന് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ചെറുതന തേവേരി തണ്ടപ്ര പാടശേഖരത്തിന്റെ ബണ്ടാണ് ലീഡിംഗ് ചാനലിലെ ഡ്രഡ്ജിംഗ് മൂലം ഇടിഞ്ഞു താഴുന്നത്. 402 ഏക്കറുള്ള പാടശേഖരത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന 300ഓളം കർഷക കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്. 4-5 വർഷം ഇവിടെ മണ്ണടി തുടങ്ങിയിട്ട് അടിക്കുന്നത് കാരണം കൊണ്ട് ഈ ബണ്ടുകൾ പൊട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറയുമല്ല, ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. കൃഷി ഉടനെ ഇറക്കേണ്ടതാണ്. ഇത് പറ്റിപ്പോയാൽ ഇത് മട വീണ് പോകും. ഇത് ചെയ്തില്ലെങ്കിൽ മട വീണ് പോകും. ഞാൻ കൃഷി മുടങ്ങി. ഈ കാരണത്തെ കൃഷി നടക്കാതെ ഒരു മട വീണാൽ. പെട്ടിയും പറയും സ്ഥാപിച്ചെങ്കിലും ബണ്ടിടിയുന്നതിനാൽ മോട്ടോർ പ്രവർത്തിപ്പിച്ച് പമ്പിംഗ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. പാടശേഖരത്തിന്റെ 100 മീറ്റർ ഭാഗത്തെ ബണ്ട് ഇടിഞ്ഞ് 7 നിമിഷവും ലീഡിംഗ് ചാനലിൽ വീഴാവുന്ന സ്ഥിതിയിലായതോടെ ഇതിന് സമീപമുള്ള വീടുകളും വൈദ്യുത പോസ്റ്റുകളും അപകട ഭീഷണിയിലായി. ബണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഇടിയാനുള്ള സാധ്യതയും കൂടുതലാണ്. ഡ്രഡ്ജിംഗ് തുടരുന്നതോടെ പാണ്ടിപ്പാലത്തിനെയും ഇത് സാരമായി ബാധിക്കും. കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും മുൻപ് ഡ്രഡ്ജിംഗ് അവസാനിപ്പിച്ച് കൃഷി ഇറക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി നൽകണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. പരാതിക്കാരിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും പരസ്പര സമ്മതത്തോടെ ഉണ്ടായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ബലാത്സംഗം ആരോപിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു വേടന്റെ അഭിഭാഷകർ കോടതിയിൽ ഉയർത്തിയ വാദം. പരാതിക്കാരിയുമായുള്ള ബന്ധം തള്ളിപ്പറയാതെയാണ് വേടന്റെ വാദമുഖങ്ങൾ. യുവ ഡോക്ടറാണ് പരാതിക്കാരി. ഇതിനിടെ വേടനെതിരായ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഗണപതിയുടെ ജന്മദിനമായിട്ടാണ് വിശ്വാസം. ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും ദിവസങ്ങൾ നീണ്ട പൂജയ്ക്ക് ശേഷം ഘോഷയാത്രയോടെ ഒഴുക്കുവെള്ളത്തിൽ നിമജ്ജനം ചെയ്യുകയും ചെയ്യും. വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് എല്ലാ വിഘ്നങ്ങളും നീക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ദേവികാചന്ദ്രനും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് സുധീഷ് കുമാറും വിശദാംശങ്ങൾ നൽകും. ആദ്യം സുധീഷിലേക്കാണ്. സുധീഷ്, ക്ഷേത്രത്തിൽ വലിയ തിരക്കാണെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എത്രത്തോളം ആഘോഷത്തോടെയാണ് ഈ ദിവസത്തെ വിശ്വാസികൾ കണക്കാക്കുന്നത്? തീർച്ചയായും അഖില, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഐതിഹ്യ പെരുമയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ ഈ ഒരു
ഈ ഒരു ദിവസം അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. പുലർച്ചെ ഗണപതി ഹോമം തുടർന്നു, ഇപ്പോഴും ഗണപതി ഹോമം ആരംഭിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നല്ല തിരക്കാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ എത്തി പൂജയും വഴിപാടുകളും നടത്തിയ ശേഷമാണ് ഭക്തജനങ്ങൾ അല്ലെങ്കിൽ അവർ വിശ്വാസികൾ അല്ലെങ്കിൽ അവരുടെ മറ്റ് എല്ലാ ചടങ്ങുകൾക്കും തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വരനായി ഒരു ദിവസം മാറ്റിവെക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാരപ്പെരുമയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്ര പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പഴമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ക്ഷേത്രം അതിൻ്റെ ഒരു ഐതിഹ്യ പെരുമയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ ആചാരങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തി ഗണപതി ഭഗവാന് ആവശ്യമായ നിവേദ്യങ്ങളും അല്ലെങ്കിൽ ചടങ്ങുകളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് എല്ലാ ചടങ്ങുകൾക്കും അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിലെ എല്ലാ പുതിയ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. വിഘ്നേശ്വരനെ തൊഴുത് മടങ്ങുന്ന എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും അകറ്റി ഒരു നല്ല ജീവിതത്തിലേക്ക് ഒരു തുടക്കം കുറിക്കുന്നതിന് കൂടിയാണ് ഈ ഒരു ദിവസം ഭക്തജനങ്ങൾ മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ നല്ല മുഹൂർത്തങ്ങൾക്കും ഈ ഒരു വിഘ്നേശ്വരനെ സാക്ഷി നിർത്തി വിഘ്നേശ്വര ഭഗവാന്റെ എല്ലാ വിഘ്നങ്ങളും മാറ്റിക്കൊണ്ടുള്ള ഒരു ചടങ്ങുകളിലൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഭക്തർ ഈ ഒരു ദിവസത്തിൽ എല്ലാ ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ദിവസം ഏറെ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പഴമയിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ തന്നെയും ഇത്തരത്തിൽ ഒരു ഭക്തജന തിരക്ക് എല്ലാ തവണയും ഈ ഒരു ദിവസം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അഖില, ദേവിക ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തലസ്ഥാനത്തെ വിശ്വാസികളെ സംബന്ധിച്ച് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെത്തി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം പുതിയൊരു തുടക്കത്തിനെന്നാണ്. ദേവിക, വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നു. പൂജകൾ പുരോഗമിക്കുകയാണോ? തീർച്ചയായും അഖില, നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പുലർച്ചെ മുതൽ ഈ അമ്പലത്തിൽ ഭഗവാന്റെ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇവിടെ ഇന്ന് വിശേഷാൽ മഹാഗണപതി പൂജയും വിശേഷാൽ പൂജകളുമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ പങ്കുചേരാനാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വിനായകന്റെ ജന്മദിനമാണ് നമ്മൾ ഇത്തരത്തിൽ ഈ വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഇവിടെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ചതുർത്ഥി ദിനത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഇത്തരത്തിൽ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് സർവാഭീഷ്ടങ്ങളും അതായത് എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൃത്യമായ വ്രതത്തോടെ ഒരിക്കലെടുത്ത് ഇന്ന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദേവനെ സന്ദർശിക്കാനെത്തും. അങ്ങനെ ചെയ്താൽ ഈ ഒരു വർഷക്കാലം മുഴുവനും അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ദിവസം എല്ലാ കാര്യങ്ങളിലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇന്നു മുതൽ ഈ ഗണപതിയുടെ വിഗ്രഹങ്ങൾ, അതായത് കളിമണ്ണിൽ തീർത്ത വിഗ്രഹങ്ങളാണ് പ്രധാനമായും ഇത്തരത്തിൽ പൂജിച്ചു തുടങ്ങുക. സെപ്റ്റംബർ 1-ാം തീയതി നടക്കുന്ന വലിയ ആഘോഷയാത്രയിൽ ഈ വിഗ്രഹങ്ങൾ ഒഴുക്കുള്ള വെള്ളത്തിൽ നിമജ്ജനം ചെയ്യും. ഈ ഗണപതി ക്ഷേത്രത്തിൽ ഇന്ന് ആന എഴുന്നള്ളിപ്പുണ്ട്, ആനപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ട്. വൈകുന്നേരമാണ് ചടങ്ങുള്ളത്. ഇന്ന് മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പ്രത്യേക വഴിപാടുകളും പൂജകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് തേങ്ങ ഉടയ്ക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ് ഇത്തരത്തിലെ തേങ്ങ ഉടയ്ക്കൽ എന്ന് പറയുന്നത്. ഇന്ന് കലശാഭിഷേകവും മറ്റ് വിശേഷ പൂജകളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത മദ്രാസ് റെജിമെന്റിന്റെ കീഴിൽ
കീഴിലുള്ള ഗണപതി ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഇവിടെയുള്ളത്. കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മദ്രാസ് റെജിമെന്റിന്റെ ഭാഗത്തു നിന്നും സൈനികരുടെ വലിയ സുരക്ഷയും രാവിലെ മുതൽ ഇവിടെയുണ്ട്. അഖില. ശരി, ദേവികയും സുധീഷും ഒക്കെ സൂചിപ്പിച്ചതുപോലെ വിഘ്നങ്ങൾ അകറ്റാൻ ഗണേശനെ പ്രാർത്ഥിക്കാനായി ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് വിവിധ ക്ഷേത്രങ്ങളിൽ കാണുന്നത്. വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട ഒന്നാണ് വഞ്ചിപ്പാട്ട്. അത്ര തന്നെ വള്ളംകളിയോളം തന്നെ ആവേശമുണ്ട് വഞ്ചിപ്പാട്ടിനും. ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കുതിക്കുന്ന വള്ളങ്ങളുടെ യാത്രയോടൊപ്പം ഇഴുകിച്ചേർന്നതാണ് വഞ്ചിപ്പാട്ടിൻ്റെ താളം. നെഹ്റു ട്രോഫി ജലമേളയോടനുബന്ധിച്ച് വഞ്ചിപ്പാട്ട് മത്സരത്തിനായി നിരവധി ടീമുകളാണ് അണിഞ്ഞൊരുങ്ങുന്നത്. കുട്ടനാടിന്റെ ഇടവഴികളിൽ ഇരുൾ വീണു തുടങ്ങിയാൽ ഈ ആർപ്പുവിളി ഇങ്ങനെ താളത്തിൽ ഉയർന്നു കേൾക്കാം. പ്രായം മറന്ന് യുവത്വവും കൗമാരവും വാർദ്ധക്യവുമെല്ലാം ഒരേ ആവേശത്തിൽ ഒത്തുചേരുന്ന മനോഹര കാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് നടക്കുന്ന വഞ്ചിപ്പാട്ട് മത്സരങ്ങൾക്കായുള്ള തീവ്ര പരിശീലനത്തിലാണ് അവർ. കുട്ടികൾ മുതൽ 75 വയസ്സ് തികഞ്ഞ ശാന്തമ്മ വരെയുണ്ട് സംഘത്തിൽ. ഒരേ ആവേശത്തിൽ ഒരേ താളത്തിൽ കൈകൾ വീശി വള്ളം തുഴഞ്ഞങ്ങനെ ചിന്മുദ്രയിൽ ഓരോ വരികളും അവതരിപ്പിക്കുന്നതിനോടൊപ്പം പലകയിൽ ഇടിയൻ കൊണ്ടുള്ള താളം കൂടി ചേരുന്നതോടെ കാണികളിലേക്കും ആ ആവേശം ഒഴുകിയെത്തും. 10 പേരടങ്ങുന്ന ടീമിനെ നയിക്കുന്നത് സ്നേഹലത ചേച്ചിയാണ്. കഴിഞ്ഞ 16 വർഷങ്ങളായി വഞ്ചിപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം സ്നേഹലത ചേച്ചിക്കും സംഘത്തിനുമാണ്. 10-12 വർഷമായിട്ട് വഞ്ചിപ്പാട്ട് രംഗത്തുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വേറൊരു ട്രൂപ്പിൻ്റെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞ് നീ സ്വന്തമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ട്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ പ്രാവശ്യം സെക്കൻഡായിരുന്നു. പിന്നെ ഇങ്ങോട്ടെല്ലാം ഫസ്റ്റ് മേടിച്ച് വരുന്നൊരു ട്രൂപ്പാണ് ഞങ്ങളുടേത്. ഭർത്താവ് ശിവദാസാണ് പരിശീലകൻ. ഒപ്പം സുഹൃത്തുക്കളായ ദീപക്കും കുഞ്ഞുമോനുമുണ്ട്. 1 മാസമായി തുടരുന്ന പരിശീലനം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇനി അരങ്ങിൽ താളക്കൊഴുപ്പേകി 1ാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടമാണ്. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ആം ആദ്മി പാർട്ടി ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ സൗരവ് ഭരദ്വാജിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെ ചൊല്ലി BJP AAP പോര് രൂക്ഷം. ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തെ തുടർന്നാണ് ഭരദ്വാജിന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത്. റെയ്ഡ് 18 മണിക്കൂർ നീണ്ടുനിന്നു. 13 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഭരദ്വാജ് ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് 24 ആശുപത്രികളുടെ നിർമ്മാണത്തിന് 5590 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞെങ്കിലും 3 വർഷമായിട്ടും പദ്ധതി പൂർത്തിയായില്ല. LNJP ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്കായി കണക്കാക്കിയ തുകയുടെ ഇരട്ടി ചെലവായി എന്നും ആരോപണമുണ്ട്. അതേസമയം രാഷ്ട്രീയ പകപോക്കലാണ് റെയ്ഡിന് പിന്നിലെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ആരോപണങ്ങൾ സംബന്ധിച്ച് ഇന്ന് വിശദീകരണം നൽകുമെന്ന് ഭരദ്വാജ് അറിയിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ നരഹത്യാ കേസിലെ പ്രതികളുമായി ഇന്നും തെളിവെടുക്കും. സരോവരത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടത്തുക. 6 വർഷം മുമ്പ് കാണാതായ വിജിൽ അമിതമായ അളവിൽ ലഹരി കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ചുവെന്നും മൃതദേഹം സരോവരം പാർക്കിന് സമീപത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്നും കേസിലെ 1ാം പ്രതി നിഖിലും 3ാം പ്രതി ദീപേഷും മൊഴി നൽകിയിരുന്നു. വിജിലിനെ കുഴിച്ചുമൂടി 8ാം മാസം കുഴി തുറന്ന അസ്ഥികൾ പുറത്തെടുത്ത് കടലിലൊഴുക്കിയതായി മൊഴിയിൽ പറയുന്നുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്തത് വരക്കൽ കടപ്പുറത്താണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ ഒളിവിൽ പോയ 2ാം പ്രതി രഞ്ജിത്തിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. യുവാവിന്റെ ബൈക്ക് അന്വേഷണ സംഘം തെളിവെടുപ്പിനിടെ കണ്ടെത്തിയിരുന്നു. മന്ത്രി P. രാജീവ് നേതൃത്വം നൽകുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി 3ാമത് കാർഷികോത്സവത്തിന് തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കിൻഫ്രയുടെ നേതൃത്വത്തിൽ പുതിയ ഫുഡ് പ്രോസസിംഗ് പാർക്ക് മന്ത്രി P. രാജീവ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു.
വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കാർഷികോത്സവം ആരംഭിച്ചത്. കടമ്പൻ മൂത്താൻ എന്ന കഥാപാത്രം ഘോഷയാത്രയിലെ മുഖ്യ ആകർഷണമായിരുന്നു. ആഹ്ലാദവും അഭിമാനവും തോന്നുന്ന രീതിയിൽ കളമശ്ശേരിയിലെ കാർഷിക മേഖല മാറിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഊർജം പകരുന്ന പദ്ധതികളും മന്ത്രി പ്രഖ്യാപിച്ചു. 37.5 ഏക്കറിൽ കിൻഫ്രയുടെ നേതൃത്വത്തിൽ കുന്നുകരയിൽ ഫുഡ് പ്രോസസിംഗ് പാർക്ക് ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കുന്നുകര പഞ്ചായത്തിൽ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ അടുത്ത ഘട്ട പദ്ധതിയായി 37.5 ഏക്കറിൽ പുതിയ ഫുഡ് പ്രോസസിംഗ് പാർക്ക് കിൻഫ്രയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. ആ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 500 കോടി മുതൽ മുടക്കിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഫുഡ് പ്രോസസിംഗ് പാർക്കും കളമശ്ശേരി മണ്ഡലത്തിൽ തന്നെ ആരംഭിക്കാൻ പോകുന്ന കാര്യവും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഫ്ലിപ്കാർട്ടുമായി ചേർന്ന് നമ്മളൊരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് നിശ്ചയിച്ച സപ്പോർട്ടിംഗ് പ്രൈസിനേക്കാൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ സപ്പോർട്ടിംഗ് പ്രൈസിൽ തന്നെ ഫ്ലിപ്കാർട്ട് എടുക്കുമെന്നുള്ള MOU ഒപ്പുവെച്ചിട്ടുണ്ട്. നടൻ പൃഥ്വിരാജാണ് കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തത്. കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഏറ്റവും എഫിഷ്യൻ്റായ അഗ്രികൾച്ചർ മെത്തഡോളജിയും ഏറ്റവും സ്കിൽഡായ അഗ്രികൾച്ചറിസ്റ്റുകളെയും വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഒരു വഴികാട്ടി കൂടി ആകട്ടെ ഈ കാർഷിക മേള. കർഷകരുടെയും കർഷക കൂട്ടായ്മകളുടെയും സംരംഭങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ കളമശ്ശേരി കാർഷികോത്സവ സ്റ്റാളുകളിൽ ലഭ്യമാകും. ചാക്കോളാസ് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദർശന വിപണനമേള സെപ്റ്റംബർ 2 അവസാനിക്കും. വിവിധ കലാപരിപാടികളും കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും ഉണ്ടാകും. അമൃത ന്യൂസ്, കൊച്ചി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വീഴ്ത്തി തൃശൂർ ടൈറ്റൻസ്. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ടൈറ്റൻസിന്റെ ജയം. ആദ്യ ഹാട്രിക് വിക്കറ്റ് എന്ന ചരിത്ര നേട്ടം തൃശൂർ ടൈറ്റൻസ് താരം അജിനാസ് കെ സ്വന്തമാക്കി. സഞ്ജു സാംസൺ അടക്കം 3 പേരെയാണ് അജിനാസ് തുടരെ വീഴ്ത്തിയത്. തുടർച്ചയായ 2ാം സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന സഞ്ജുവിനെ പുറത്താക്കിയാണ് അജിനാസ് വരവറിയിച്ചത്. 46 പന്തുകൾ നേരിട്ട സഞ്ജു 89 റൺസ് എടുത്ത് പുറത്തായി. ഇതിന് പിന്നാലെ 18ാം ഓവറിൽ തന്നെ PS ജിറിനെയും ആഷിഖിനെയും പുറത്താക്കിയ അജിനാസ് KCLലെ ആദ്യ ഹാട്രിക് സ്വന്തമാക്കി. പിന്നെയും 2 വിക്കറ്റുകൾ കൂടി വീഴ്ത്തി അജിനാസ് തിളങ്ങി. ഇന്ന് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും 6:45 ട്രിവാൻഡ്രം അദാനി റോയൽസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ ഇനിയും നിരവധി വരാനുണ്ട്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.